UDF പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ 100 ദിന കർമ്മ പദ്ധതിയുമായി സർക്കാർ. ജൂൺ 1 മുതൽ 100 ദിവസത്തെ കർമ്മ പരിപാടി ആരംഭിക്കും. വേഗത്തിൽ തീർപ്പാക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് പരിഗണിക്കുക. ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രാവർത്തികമാക്കുക പ്രധാന ലക്ഷ്യം. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, PSC നിയമനം നടത്തുക തുടങ്ങി സർക്കാരിന്റെ മുന്നിലുള്ളത് നിരവധി കാര്യങ്ങളാണ്. ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്ന 2031 മുൻപ് എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിഷൻ 2031 പദ്ധതിക്കാണ് ഇതോടെ തുടക്കമാകുന്നത്. സുനിഷ എല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ആദ്യ 100 ദിന കർമ്മ പരിപാടി ആ വഴിക്കു തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് VD സതീശൻ സർക്കാരും ലക്ഷ്യമിടുന്നത് എന്നത് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഏതൊക്കെ കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയായിരിക്കും 100 ദിന കർമ്മ പരിപാടി? മധു ആ പറഞ്ഞതുപോലെ തന്നെയാണ്. ഏതായാലും VD സതീശൻ സർക്കാർ അധികാരത്തിലെത്തി 1-ാം ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ജനപ്രിയ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നിരുന്ന വാഗ്ദാനങ്ങൾ, അതാ ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ, അത് പാലിക്കാനുള്ള കർമ്മ പദ്ധതികൾ എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. അതുമായി തന്നെ ഈ കാലാവധി കഴിയുന്ന 2031 മുന്നേ തന്നെ വിഷൻ 2031 പേരിൽ ഓരോ പദ്ധതികളും നടപ്പിലാക്കുക എന്നുള്ളതാണ് നിലവിലെ ആലോചന. അതിന്റെ ഭാഗമായി ജൂൺ 1 മുതൽ ആദ്യത്തെ 100 ദിവസം 100 ദിന കർമ്മ പരിപാടികളെ ഏറ്റവും വേഗത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികൾ മുൻകൈ എടുത്തുകൊണ്ട് നടപ്പാക്കുക എന്നുള്ളതാണ് ആലോചിക്കുന്നത്. സ്വാഭാവികമായി നമുക്കറിയാം, പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടി തന്നെയായിരുന്നു. അതിൽ 5 ഗ്യാരണ്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആദ്യം തന്നെ 2 ഗ്യാരണ്ടികൾക്ക് ഇപ്പോൾ അംഗീകാരം നൽകിയിട്ടുണ്ട്. അതിനെ നടപ്പിലാക്കുക, പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത്. ഒന്ന്, സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്രയാണ്. KSRTC ബസ്സുകളിലെ യാത്ര അത് ജൂൺ 15 മുതൽ ആരംഭിക്കുമെന്നുള്ളതാണ് സർക്കാർ അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏത് രീതിയിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അതാണ് ആദ്യത്തെ പരിഗണനയായി വരുന്നത് തന്നെയും. ഒപ്പം തന്നെ വയോജന വകുപ്പ് രൂപീകരിച്ചു കഴിഞ്ഞു, അതിന്റെ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഏത് രീതിയിലാണ് ക്ഷേമ പരിപാടികൾ, പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വകുപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും, ഏതൊക്കെ രീതിയിലാണ് വയോജനങ്ങൾക്കുള്ള ക്ഷേമ പരിപാടികൾ എന്നതാണ് അറിയേണ്ടത്. ആ കാര്യങ്ങൾ കൂടി ഈ 100 ദിന കർമ്മ പരിപാടികളിൽ വരുമെന്നുള്ളതാണ്. മറ്റ് 3 ഇന്ദിരാ ഗ്യാരണ്ടികൾ എന്ന് പറയുന്നത്, ഒന്ന് ആരോഗ്യ ഇൻഷുറൻസ് ആയിരുന്നു. അത് ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപ വീതം ഓരോ കുടുംബങ്ങൾക്കും എന്നുള്ളതായിരുന്നു. അതുകൂടി ഈ കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഈ 100 ദിന കർമ്മ പരിപാടി എന്ന രീതിയിൽ തന്നെ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് രാജസ്ഥാനിൽ ഗെഹ്ലോട്ട് സർക്കാർ കൊണ്ടുവന്നതുപോലെ ഏത് രീതിയിലാണ് ഇവിടെ അത് നടപ്പാക്കാൻ കഴിയുക, അതിനുള്ള പ്രീമിയം തുക എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് ഈ 100 ദിന പരിപാടിയുടെ ഭാഗമായി ആലോചിക്കുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള 1000 രൂപ, സൗജന്യ 1000 രൂപ എന്നുള്ളത് കൂടി സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. അങ്ങനെ യുവാക്കളെ കൂടി ഇതിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. അത് പറയുമ്പോഴാണ് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് കൂടി UDF സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നാണ്. നേരത്തെ തന്നെ ഈ PSC നിയമനം നടക്കാത്തതിലെല്ലാം വലിയ പ്രതിഷേധത്തിലുണ്ടായിരുന്നത് അന്നത്തെ പ്രതിപക്ഷമായ UDF തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് സർക്കാർ UDF ആകുമ്പോൾ സ്വാഭാവികമായും ഈ PSC നിയമനം നടത്തേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. 100 ദിന കർമ്മ പരിപാടിയുമായി VDS സർക്കാർ ഏറ്റവും പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമായിരിക്കും ഈ 100 ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.